പ്രതീകാത്മകമായി അർബാനയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി വേറിട്ട പ്രതിഷേധം തീർത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ താമരശ്ശേരിയിലെ സ്വകാര്യ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പട്ടിണി കഞ്ഞിവെച്ചും പ്രതിഷേധം രേഖപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെയുള്ള സമരം ഒരാഴ്ച പിന്നിടുന്ന അവസരത്തിൽ സമരം ശക്തമാക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മകമായി അർബാനയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാണ് സമരം ശക്തമാക്കിയത്. പ്രതിഷേധ സമരം BMS ജില്ലാ കമ്മിറ്റി അംഗം പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരിയിലെ സ്വകാര്യ ടെസ്റ്റ് ഗ്രൗണ്ടിൽ പട്ടിണി കഞ്ഞിവെച്ചും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പ്രതിഷേധം അറിയിച്ചു. ഇവിടെ 86 ഗ്രൗണ്ടേ കേരളത്തിലെ ഈ 3 കോടി ജനങ്ങൾക്ക് ഇത്രയും ലൈസൻസ് എടുക്കാനുള്ളൂ. ഈ 86 ഗ്രൗണ്ടിൽ 120 ഒരു MVA 60 എന്ന കണക്കിൽ 2 MVA ഉണ്ടെങ്കിൽ 120 ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് പോലും 2-3 മാസം കൊണ്ട് മാത്രമേ ഒരു പഠിതാവിന് ലൈസൻസ് എടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ പരിഷ്കാര പ്രകാരം 30 സ്ലോട്ടാക്കി ചുരുക്കിയത്. 40 സ്ലോട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഫ്രഷ് ആയിട്ടുള്ള 26 എണ്ണം മാത്രമാണ്. അപ്പം 15% മാത്രമേ മുമ്പ് നടന്നതിൽ ടെസ്റ്റ് നടക്കുള്ളൂ. ഇപ്പം തന്നെ 10 ലക്ഷത്തോളം അപേക്ഷാർത്ഥികൾ കെട്ടിക്കിടക്കുക. കേരളത്തിൽ 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം വ്യത്യസ്ത തൊഴിൽ മേഖലയിലേക്ക് പോകേണ്ടവർ, അതിൽ ഓട്ടോറിക്ഷ അതുപോലെയുള്ള മറ്റു വാഹനങ്ങൾ ജോലി ചെയ്യേണ്ടവർ, ഗൾഫിലേക്ക് പോകേണ്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ലക്ഷക്കണക്കിന് ലൈസൻസ് എടുക്കേണ്ട ആൾക്കാരെയാണ് ബുദ്ധിമുട്ടിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഈ പുതിയ നയം കൊണ്ട്. അതേസമയം 5-ാം ദിനവും ടെസ്റ്റ് മുടങ്ങിയതോടെ പ്രതിഷേധം വകവയ്ക്കാതെ ടെസ്റ്റ് നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. തീയതി ലഭിച്ച അപേക്ഷകരോട് സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്താൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെടുകയായിരുന്നു. എന്നാൽ പ്രതിഷേധം വകവയ്ക്കാതെ ടെസ്റ്റ് നടത്തണമെന്ന് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെ സഹായം തേടാമെന്നും സർക്കാർ സ്ഥലങ്ങളിൽ ടെസ്റ്റിനുള്ള സൗകര്യം ഒരുക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.